ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹം സംസ്കരിച്ച 13 ഇടങ്ങൾ അടയാളപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടത്തോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിലാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തുക. സ്നാനഘട്ടത്തിൽ നിന്ന് KV ബൈജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ സൗജന്യ അടക്കം ആ മണ്ണിൽ പുതഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നീതി അത് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഇനി അധിക നാൾ ആ മണ്ണിൽ പുതഞ്ഞ രഹസ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നേത്രാവതി പുഴയോരത്തെ ആ സ്നാനഘട്ടത്തിലാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ ഇവിടെ എത്താത്തൊരു സമയമുണ്ടായിരുന്നു. അന്ന് ന്യൂസ് 18 സംഘത്തെ വെല്ലുവിളിച്ച ആ സ്ഥലമാണ്. ഇവിടെ എത്തിയാൽ ജീവനോടെ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞു. അന്ന് 1 മണിക്കൂറാണ് നമ്മൾ തത്സമയം സംരക്ഷണം ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ആ സ്നാനഘട്ട, ഈ സ്നാനഘട്ടയിൽ നിന്നാണ് ഇത്തരത്തിൽ ന്യൂസ് 18 സംഘം ഇവരുടെ ഭീഷണി വകവയ്ക്കാതെ, അതായത് ഡി ഗ്യാങ്ങിന്റെ ഭീഷണി വകവയ്ക്കാതെ തത്സമയ സംരക്ഷണം 1 മണിക്കൂറോളം നമ്മൾ പ്രേക്ഷകർക്കായി എത്തിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. അതാണ് ഈ മാർക്ക് ചെയ്ത സ്ഥലം. ഭവ്യ, ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് ഈ തൊഴിലാളി, ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 13ാമത്തെ നമ്പർ മാർക്ക് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെയാണ് ഒരു മൃതദേഹമുള്ളത്. 13ാം നമ്പർ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ ഇത്തരത്തിൽ ആരംഭിച്ച ഈ തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിൽ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്ത ഈ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 13ാം നമ്പറാണ്. ഇവിടെ ഒരു മൃതദേഹമുണ്ടെന്നാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് കാവൽ 24 മണിക്കൂറും പോലീസിന്റെ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ അത്രത്തോളം കരുതലോടുകൂടിയാണ് ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഇതിന് ചുറ്റും ബാനർ, ഈ സ്ഥലം ഇപ്പോൾ സീൽ ചെയ്ത രീതിയിൽ ഒരുക്കി വെച്ചതും നമുക്ക് കാണാം. ഈ സ്ഥലം കുഴിച്ചാൽ, ഈ 13ാം നമ്പർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13ാം നമ്പർ കുഴിച്ചാൽ ഇവിടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വെളിപ്പെടുത്തൽ നമുക്കിത് പോലീസിന്റെ ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയതും കാണാം. ഇദ്ദേഹം 24 മണിക്കൂറും ഇവിടെ ഈ ഡ്യൂട്ടിയിലാണ്. ഈ ഒരു സ്ഥലത്ത് എത്ര ഗൗരവത്തിലാണ് SIT ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. ഇത് നേത്രാവതി പുഴയാണ്, സ്നാനഘട്ടയാണ്, ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. പുണ്യ നദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് 100 കണക്കിന് മൃതദേഹങ്ങൾ ഇവിടെ ഒഴുകിയെത്താറുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ആ സ്ഥലമാണിത്. ഇവിടെ എത്തുന്ന ഇത്തരത്തിലുള്ള മറ്റ് 100 മൃതദേഹങ്ങൾ പല ഇടങ്ങളിലായി സംസ്കരിച്ചു. ആ സംസ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ഈ കുഴിച്ചിട്ട ഒരു സ്ഥലം, അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ കണ്ടെത്തിയ ഈ സ്ഥലത്ത് പോലീസ് സുരക്ഷ, ആ സമയം മുതൽ പോലീസ് സുരക്ഷയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ 13 എന്ന് കാണുന്ന നമ്പർ, അത് അവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ നശിപ്പിക്കാതിരിക്കാൻ ഇനി ഈ സ്ഥലം കുഴിച്ച് പരിശോധിക്കും. ഈ പരിശോധിക്കുമ്പോൾ നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിനടിയിൽ ഒരു ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി, ഇത് 95 മുതൽ 2014 വരെ ഇത്തരത്തിൽ ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബലാത്സംഗം ചെയ്തും അത്തരത്തിലാണ് കൊലപാതകം നടന്നത്. അങ്ങനെയുള്ള ആരുടെ മൃതദേഹമാണ് ഇവിടെ കുഴിച്ചിട്ടത്? അതാണ് ഇനി അറിയേണ്ടത്. ധർമ്മസ്ഥലയിലെ ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ ശുചീകരണ തൊഴിലാളിയുമായി ഈ സംഘം തെളിവെടുപ്പിനായി വീണ്ടും ഇവിടെ എത്തും. ഇനി 14ാം നമ്പർ, അത് ഇതിന് തൊട്ടടുത്താണ്. അവിടെ ഇന്നലെ ശക്തമായ ഒരു തെളിവ് അവശേഷിക്കുമെന്നാണ് എപ്പോഴും നമ്മൾ പറയാറ്. ഇവിടെ ആ ഒരു വലിയ തെളിവായത് ആ ശുചീകരണ തൊഴിലാളിയാണ്. കാരണം അദ്ദേഹമാണ് ഇത്ര വലിയൊരു കൂട്ടക്കൊലപാതകങ്ങൾ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ഒരാൾ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ 13ാം നമ്പർ, അവിടെ ഒരു മൃതദേഹമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് ന്യൂസ് 18 ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ ആ തെളിവുണ്ടാകും. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് അല്ലെങ്കിൽ കുഴിച്ച് പരിശോധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? കാരണം അത്രമാത്രം ആഴത്തിലുള്ള കുഴിച്ച് പരിശോധിക്കൽ വേണ്ടിവരും.
ഭവ്യ, നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവിടെ വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ടില്ല എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ കുഴിച്ചാൽ തന്നെ ഇവിടെ മൃതദേഹ അവശിഷ്ടം ലഭിക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ ഇദ്ദേഹം വനത്തിനകത്ത് നിന്നും സ്വന്തം നിലയിൽ, അതായത് തെളിവിനായി ഒരു മൃതദേഹം കുഴിച്ചെടുത്തിരുന്നു. അത് ഏതാനും മിനിറ്റുകൾ മാത്രം കൊണ്ടാണ് അത്തരത്തിൽ മൃതദേഹം കുഴിച്ചെടുക്കാനായത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഇവിടെ സാധാരണ രീതിയിൽ തന്നെ കിളച്ചാൽ ഇവിടെ ഈ മൃതദേഹാവശിഷ്ടം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള സാധ്യതകൾ തേടുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ 13 സ്ഥലങ്ങളിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ 13ാം നമ്പർ നമുക്ക് തത്സമയം പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണാം. വളരെ വേദന തോന്നുന്നു. ഒരുപാട് സ്കൂളിലേക്ക് യൂണിഫോമുമായി ഒക്കെ പോകുന്ന, സ്കൂൾ ബാഗുമായി പോകുന്ന കുട്ടികൾ, അത്തരം ആളുകളെ പോലും അതിനീചമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആരുടേതാകും ഈ മൃതദേഹം? അത് വലിയ ചോദ്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതും വലിയ ചോദ്യമാണ്. അത്തരത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ കുഴിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. കാരണം അമ്മ സുജാത ഭട്ട് പറഞ്ഞ സാദൃശ്യം പലതും നോക്കുമ്പോൾ അത്തരത്തിലൊരു മൃതദേഹം. ഇനിയിപ്പോൾ ഈ 13ാം നമ്പർ ആയിരിക്കുമോ അനന്യ ഭട്ടിന്റെ മൃതദേഹം? വർഷങ്ങൾക്ക് മുൻപ്, 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആ MBBS വിദ്യാർത്ഥിനി വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിൽ അമ്മ MBBS പഠനത്തിന് വിട്ടു. തന്റെ സഹപാഠികൾക്കൊപ്പം നാട് കാണാൻ വന്നു. ഒടുവിൽ ഇവിടെ മണ്ണിനടിയിൽ ഇത്തരത്തിൽ കിടക്കേണ്ടി വന്നു. വലിയ തോതിലുള്ള ബലാത്സംഗത്തിന് ഇരയായ അത്തരത്തിൽ ഇതായി. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഓരോ മൃതദേഹങ്ങൾ തനിക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും സങ്കടകരമായ രീതിയിൽ ആണെന്നാണ്. ഈ സ്ഥലം, ഇത് ഇപ്പോൾ ഇതിലെ ഒരു റോഡുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇത്ര അരികിലാണ് ഇങ്ങനൊരു മൃതദേഹം ഉള്ളത്. ഈ പരിസരത്തൊക്കെ, ഈ കാടിനകത്തൊക്കെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ട്. ഇത് 2014 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി അതിനുശേഷം എത്ര പേരെ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നതാണ് വലിയ ചോദ്യമായി വരുന്നത്. ഏതായാലും 100ഓളം മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളി തന്നെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം. ഈ 13 ഇടങ്ങൾ ഇന്ന് കുറിച്ച് പരിശോധിക്കുമോ? അതാണ് ഏറ്റവും പ്രധാനം അറിയേണ്ടത്. മുഴുവൻ ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അത്രമാത്രം രഹസ്യങ്ങൾ അവിടെ മൂടിക്കിടപ്പുണ്ട്. നമുക്കറിയാം, ഈ ഒരു അന്വേഷണത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്താൻ എത്രമാത്രം വലിയ വഴികൾ താണ്ടേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം ആണല്ലോ. തീർച്ചയായും വളരെ നിർണായകം എന്ന് പറയേണ്ടി വരും ഭവ്യ. കാരണം ഈ മൃതദേഹം ഇത്തരത്തിൽ 100 മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ നമുക്കറിയാം, ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും നമ്മൾ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതും പ്രായപൂർത്തിയാകാത്ത സ്കൂളുകളിലേക്കും മറ്റും പോകുന്നുണ്ടായ അതേ യൂണിഫോമിൽ ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയായും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടും ഇവിടെ കൊലപ്പെടുത്തി ഒടുവിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരാളെ കൊണ്ട് അത് കുഴിച്ചു മൂടിപ്പിക്കുന്നു. അത് ഈ പ്രദേശങ്ങളിലെല്ലാം ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയാൽ ഭവ്യ നമുക്ക് കാണാം, കാട് പിടിച്ചു കിടക്കുന്നതാണ്. ഇത് വളരെ അടുത്താണ്